കേരളം വീണ്ടും തീവ്രവാദികളുടെ താവളമായി മാറുന്നുവോ? ഈ ചോദ്യം വീണ്ടും ഉയർത്താൻ കാരണം തിരഞ്ഞെടുപ്പ് ആരവങ്ങൾക്കും സീറ്റ് വിഭജന തർക്കങ്ങൾക്കും ഇടയിൽ കേരളത്തിലെ ജനസമൂഹവും മാധ്യമങ്ങളും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ വിട്ടുകളഞ്ഞ ഒരു വാർത്തയാണ്. ലതിക സുഭാഷിൻ്റെ തലമുണ്ടനത്തിൻ്റെ കാരണങ്ങളും സീറ്റ് നിഷേധിക്കപ്പെട്ടവരുടെ കണ്ണുനീരും വിഴുപ്പലക്കലുകളും അന്തിച്ചർച്ച ആക്കിയ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളും ഈ വാർത്തയെ അന്തിച്ചർച്ചയുടെ വിഷയമാക്കാതെ അവഗണിച്ചു, അഥവാ ചില പ്രത്യേക താല്പര്യങ്ങൾ മൂലം ബോധപൂർവം തമസ്കരിച്ചു. ഇനി വാർത്തയിലേക്ക് കടക്കാം. അതായത് കേരളത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ആ വാർത്തയിലേക്ക്. IS എന്ന ഭീകര സംഘടനയുമായുള്ള ബന്ധമാരോപിച്ച് NIA ഒരു ഡോക്ടർ അടക്കം 2 മലയാളികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. റഹീസ് റഷീദ് എന്ന ഡോക്ടറെയും മുഹമ്മദ് അമീൻ എന്ന മറ്റൊരാളെയുമാണ് NIA IS ബന്ധം എന്ന ഗുരുതര കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരും കേരളത്തിലെ മലപ്പുറം, കണ്ണൂർ, കൊല്ലം ജില്ലകളിലുമാണ് NIA റെയ്ഡ് നടത്തിയത്. മലയാളികളായ 2 പേർക്ക് പുറമെ അന്യസംസ്ഥാനക്കാരനായ മുഷബ് അനൂബർ എന്നൊരാളും ഇവർക്കൊപ്പം NIA ഒരുക്കിയ വലയിൽ വീണു. രാജ്യത്ത് IS ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിന് പുറമെ ചില വ്യക്തികളെ വധിക്കാനും ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നാണ് NIA അന്വേഷണ സംഘം വെളിപ്പെടുത്തിയത്. ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ കേരളത്തിൽ നിന്ന് അടക്കം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും യുവാക്കളെ IS ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ ആയിരുന്നു എന്നാണ് NIA പുറത്തുവിട്ട വിവരം. മേൽപ്പറഞ്ഞ സംഭവം മുൻപ് നൽകിയ ഒരു മുന്നറിയിപ്പ് ശരിയായിരുന്നു എന്നതിൻ്റെ സ്ഥിരീകരണം കൂടെയാണ്. പ്രശസ്ത വചനപ്രഘോഷകനായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിലച്ചൻ കൃത്യം 6 മാസം മുമ്പ് ഷെക്കൈന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത മിസ്പ എന്ന പ്രോഗ്രാമിലൂടെ കേരളത്തിൽ നൽകിയ ആ മുന്നറിയിപ്പ് ശരിയായിരുന്നു എന്നതിൻ്റെ മറ്റൊരു സ്ഥിരീകരണം. ഇതായിരുന്നു ആ മുന്നറിയിപ്പ്: കേരളം പഴയ കേരളമല്ല. കേരളത്തിൽ തീവ്രവാദം പിടിമുറുക്കുന്നു. പല തീവ്രവാദ സംഘടനകളുടെയും റിക്രൂട്ടിംഗ് കേന്ദ്രമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ഭീകര സംഘടനയ്ക്കും സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഒരുക്കിക്കൊടുത്തിരിക്കുന്നു. കേരളം മറ്റൊരു കാശ്മീരായി മാറാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ഭരണകൂടത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു ഓർമ്മപ്പെടുത്തൽ ആകട്ടെ. ഒപ്പം ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് കണ്ണും കാതും തുറന്നു വെച്ച് ജാഗ്രത പാലിക്കാൻ ഓരോ കേരളീയനും സാധിക്കട്ടെ.